ഹായ്. ഒരു ഫാമിലിയിൽ ഒരു സ്ത്രീയുടെ പങ്കെന്താണെന്ന് ചോദിക്കുന്ന സമയത്തിലെ നമുക്ക് ഇതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി ഉണ്ടാവും. ചിലർക്ക് അതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഒരു സ്ത്രീ ആണെങ്കിൽ കൂടി അവർക്ക് എന്തൊക്കെയോ തൃപ്തിക്കുറവ് എവിടേക്കോ ഫീൽ ചെയ്യാറുണ്ട് അല്ലേ. നമുക്കറിയാം, ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരു ദിവസം ചെയ്യുന്നുണ്ട് അല്ലേ. കുക്കിംഗ് ആയാലും ക്ലീനിങ് ആയാലും നമ്മുടെ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളായാലും നമ്മുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യമായാലും അങ്ങനെ ഫാമിലിയിലുള്ള ഓരോ വ്യക്തികളുടെ കാര്യങ്ങൾ നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ടും എവിടേക്കോ ഒരു തൃപ്തിക്കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. ഒരാൾ എന്തൊക്കെയോ കുറ്റങ്ങൾ നമുക്ക് പറയുന്ന സമയത്തല്ലേ, അവിടെ അതാണ് ശരിയെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ ഒരു തൃപ്തിക്കുറവ് എന്തായാലും ഫീൽ ചെയ്യില്ലേ. പക്ഷേ നമ്മൾ അവരെ ഒന്നും ചിന്തിക്കാറില്ലേ, നമ്മൾക്ക് നമ്മുടെ വാല്യൂ മനസ്സിലാവണം എന്നുള്ളതാണ്. അതാണ് ആദ്യം വേണ്ടത് അല്ലേ. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും എത്രത്തോളം വാല്യൂ ഉണ്ട് നമ്മൾ ചിന്തിക്കണം. ഒരാണിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരു പെണ്ണിന് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണല്ലേ. എത്രത്തോളം ത്യാഗങ്ങളാണ് നമ്മൾ സഹിച്ചിട്ടുള്ളത് അല്ലേ. ഒരു കുട്ടിയെ ഉദരത്തിൽ ചുമക്കുന്നത് മുതൽ അവരെ പ്രസവിക്കുന്ന സമയം, അവരെ വളർത്തി വലുതാക്കുന്ന ഒരു സമയം, ഒരുപാട് ത്യാഗങ്ങൾ നമ്മൾ സഹിക്കുന്നുണ്ടല്ലേ. എന്നിട്ടും നമ്മുടെ ഫാമിലിയെ വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടല്ലേ. അവരെ സങ്കടങ്ങൾ അറിയിക്കാതെ അല്ലേ, അവരോടൊപ്പം നിന്ന് സപ്പോർട്ടായിട്ട് നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുമുണ്ട്, ചെയ്യുന്നുമുണ്ട്. എന്നിട്ടും നമ്മൾ അതൊന്നും വിശ്വസിക്കുന്നില്ല. ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, അതിലൊന്നും ഒരു തൃപ്തിയില്ലാത്തൊരു അവസ്ഥയിൽ നിങ്ങൾ കടന്നു പോകരുത്. തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു വാല്യൂ, നമ്മുടെ വാല്യൂ നമ്മൾക്ക് മനസ്സിലാവണം. എന്നാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. നമ്മളൊരു ഭക്ഷണം കൊടുക്കുന്ന സമയത്തായില്ലേ, ഞാൻ ഇത്രത്തോളം വാല്യൂ കൊടുത്തിട്ടാണ് ആ ഒരു ഭക്ഷണം ഉണ്ടാക്കിയതെന്ന് അവരോട് പറയണം. എന്നാൽ മാത്രമേ അവർക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലേ. ഒരു കുട്ടിക്കായാലും അല്ലേ, ആദ്യത്തെ ഗുരു ആരാണെന്ന് ചോദിച്ചാൽ അവരുടെ അമ്മ തന്നെ ആയിരിക്കില്ലേ അവരുടെ ആദ്യത്തെ ഗുരു. അപ്പോൾ ഒരു തലമുറയെ വളർത്തി വലുതാക്കാൻ ശേഷിയുള്ള ഒരു നല്ലൊരു സമൂഹത്തെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു പങ്ക് വഹിക്കുന്ന ഒരാൾ തന്നെയാണല്ലേ സ്ത്രീ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് കാര്യത്തിലായാലും അവളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എല്ലാവരും മറക്കരുതെന്നുള്ളതാണ്. അത്രത്തോളം വലിയൊരു പങ്കാണ് ഒരു സ്ത്രീക്കുള്ളത്. അതുപോലെ തന്നെ നമ്മളും നമ്മുടെ വാല്യൂ നമ്മൾ മനസ്സിലാക്കാതെ മുന്നോട്ട് പോകരുത്. നമുക്ക് നമ്മുടെ വാല്യൂ മനസ്സിലാവണം. അത് മറ്റുള്ളവരോ മുന്നിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനല്ലേ, നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും അതൊക്കെ നമ്മൾ പറയാനായിട്ട് തയ്യാറായാൽ മാത്രമേ നമുക്ക് നമ്മുടെ വാല്യൂ അവർക്ക് മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോവുക. താങ്ക് യു.